നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ആ, ഗോപൻ സമാധി ഗോപൻ സ്വാമിയുടെ സമാധി ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഗോപൻ സ്വാമി എന്ന് പറയുന്നൊരു സ്വാമിയുണ്ട്. ആ സ്വാമി ഇതുപോലെ സമാധിയായി അതിനുശേഷം അവിടെ ഈ കോൺക്രീറ്റ് കൊണ്ട് മൂടി. അപ്പോൾ അത് പൊളിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്യമതസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എന്തായാലും പൊളിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കിയപ്പോൾ സ്വാഭാവിക മരണമാണെന്നറിഞ്ഞു. അതിനുശേഷം ആ വാർത്ത ആർക്കും വേണ്ട. അതുവരെ എല്ലാം ഈ മക്കൾക്ക് നേരെയൊക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. അത് കൊന്ന് കുഴിച്ചു മൂടിയതാണ്. ഇനി ഇതുപോലെ ഒരുപാട് സ്വാമിമാരെ ഇതുപോലെ അല്ലെ സ്വാമിമാരല്ല, വയസ്സായവർ, വൃദ്ധരായവർ ഇതുപോലെ സമാധിയാകും കേരളത്തിൽ. പക്ഷെ എന്തായാലും അന്വേഷണം വേണമെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഹിന്ദുക്കൾ തന്നെയാണ്. കാരണം അത് തുറന്നു നോക്കട്ടെ എന്താണ് സത്യം എന്നറിയണമല്ലോ എന്ന് പറഞ്ഞത് ഹിന്ദുക്കൾ തന്നെയാണ്. അതുപോലെ തന്നെ ധർമ്മസ്ഥല എന്ന് പറയുന്നത് വീണ്ടും ഇതുപോലെ കുഴി തോണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. അതായത് ഹിന്ദു ക്ഷേത്രങ്ങൾ ഇതെല്ലാം തന്നെ ഇതുപോലെ പല ഇപ്പോൾ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ശബരിമലയിൽ പറയുന്നുണ്ട് പടിയുടെ താഴെ 18 പടിയുടെ താഴെ മലയരർ സഭ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പക്ഷേ പടി പൊളിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പം ക്ഷേത്രങ്ങൾ പൊളിക്കുക എന്നുള്ളത് ഒരു അജണ്ടയായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു ആരോഗ്യം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്തായാലും ധർമ്മസ്ഥലയിൽ ഇതുപോലെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. അവിടുത്തെ ശുചീകരണ തൊഴിലാളിയായിരുന്നു എന്ന് പറയുന്നു. 400 ശരീരങ്ങൾ, 400 എന്നുള്ളത് പിന്നീട് 1000 ഒക്കെ ആയി. സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളെ അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് പറയും. ശരി, 400 ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കുഴിച്ച് എടുക്കട്ടെ എന്ന് ഹിന്ദുക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അവിടെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരണം എന്ന് പറഞ്ഞത്. എന്തായാലും അവിടെ മാധ്യമങ്ങൾ വരുന്നു. അവിടെ വലിയ രീതിയിൽ അവിടെ ഈ ന്യൂസ് 18 എനിക്ക് ഓർമ്മയുണ്ട്. ന്യൂസ് 18 വിട്ട ആളുകളൊക്കെ പറഞ്ഞു, താങ്കൾ അവിടുന്ന് സേഫാണോ? റിപ്പോർട്ടർ, താങ്കൾ സേഫാണോ അവിടെ നിൽക്കിയതെന്ന്. അവിടെ റിപ്പോർട്ടർ തിരിച്ച് മറുപടി പറയാം, ഞാനിവിടെ എൻ്റെ ജീവൻ പണയം വെച്ചാണ് നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞു. ഇത്തരത്തിലുള്ള കുറേ കോമാളിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒരാഴ്ച വൈകി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരാൻ. അത് ഭയങ്കര ആക്ഷേപം ഉണ്ടാക്കും. എന്തായാലും ഒരാഴ്ച കൊണ്ട് ഈ പറഞ്ഞ 400 ശരീരം ഒന്നും എടുത്ത് മാറ്റാൻ ആർക്കും പറ്റില്ലല്ലോ. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നു. പിന്നെ അങ്ങോട്ട് ട്വിസ്റ്റോടെ ട്വിസ്റ്റാണ്. അതായത് ആദ്യത്തെ ദിവസം കുഴിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. രണ്ടാമത്തെ സ്പോട്ടിൽ കുഴിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. ഇയാൾ ഈ പറയുന്ന സ്ഥലത്തെല്ലാം കുഴിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. അവസാനം കിട്ടി ഒരു സ്ഥലത്തുനിന്ന് ഒരു 2 എല്ലും കഷ്ണം കിട്ടി. ഇതാണെങ്കിൽ ഒരു പുരുഷൻ്റെയുമാണ്, സ്ത്രീയുടെ അല്ല. ഈ പറയുന്ന 400 സ്ത്രീകളുടെ ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ എന്താ പറയുക, ഇവർ ആകപ്പാട് നാണം കെട്ടു. പിന്നെ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഈ മുഖം മൂടിയൊക്കെ ഇട്ട് മാപ്പ് സാക്ഷിയായിട്ട് വന്ന അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുകയാണ് അയാൾ എന്താണ് പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. അയാൾ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു മകളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു നടന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, സൗജന്യ ഭട്ട്. അവർ പറയുന്നു അവർക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല എന്ന് പറയുന്നു. അവരുടെ പഴയ ഇൻ്റർവ്യൂ കുത്തിപ്പൊക്കുന്നു. അതിലവർക്ക് മകളില്ല, കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്ത്രീയാണെന്ന് ആ ഇൻ്റർവ്യൂവിൽ 2003 ഒരു മാഗസീൻ കൊടുത്തുള്ള ഇൻ്റർവ്യൂ. ഇതെല്ലാം പുറത്തു വരുന്നു. അപ്പോൾ ഈ ഇന്നലെ നടന്നൊരു സംഭവം കൂടെ ഇതിൻ്റെ ഇതിലായിട്ട് പറയാനുണ്ട്. അതായത് ഇവരുടെ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്, മഹേഷ് തിമ്മരോടി എന്ന് പറയുന്നത്. ഈ മഹേഷ് തിമ്മരോടിയിലെ വളരെ ഒരു അസോസിയേറ്റ് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, ജയന്ത് എന്ന് പറയുന്ന ഒരാൾ വന്ന് SIT ഓഫീസിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ശുചീകരണ തൊഴിലാളി 1 വർഷം മുമ്പ് ഈ തലയോട്ടിയായിട്ട് വന്നതാണെന്ന്. ഈ കുഴിച്ചെടുത്ത തലയോട്ടി ഉണ്ടല്ലോ, അത് 1 വർഷം മുന്നേ അയാൾ കൊണ്ടുവന്ന തലയോട്ടിയാണ്. അപ്പോൾ ഇതെല്ലാം പ്ലാൻഡ് ആയിരുന്നു എന്നുള്ള രീതിയിൽ വന്നപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിട്ട് ആദ്യം നമ്മൾ കാണുന്നൊരു ഉഴപ്പൻ മട്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് ചടുപടലേന്നത് മാറി. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടാകാനുള്ള കാരണം? അത് നിയമസഭയില്, കർണാടക നിയമസഭയില് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും വലിയ സമ്പന്നനുമായ ശ്രീ DK ശിവകുമാർ അവിടുത്തെ കർണാടക നിയമസഭയില് RSSന്റെ ശാഖകളില് അവര് ധ്വജപ്രണാമം കഴിഞ്ഞിട്ട് അവര് ചൊല്ലുന്ന ഗണഗീതമുണ്ട്. ഗണഗീതത്തില് ചൊല്ലുന്നത് നമസ്തേ സദാ വത്സലേ മാതൃഭൂമിമേ എന്നും പറഞ്ഞിട്ടാണ് അത് ചൊല്ലി വരുന്നത്. ഇദ്ദേഹം ഈ വരികൾ, ഈ പല്ലവി, അതായത് 4 വരികൾ അങ്ങ് ചൊല്ലി, നിയമസഭയിൽ ചൊല്ലി. അത് സ്നേഹിക്കുന്ന മാതൃരാജ്യമേ നിനക്ക് നമസ്കാരം, അതാണ് വരികളുടെ അർത്ഥം വരുന്നത്. അദ്ദേഹം കാണാതെ പഠിച്ചിട്ട് വന്നാലേ നമുക്ക് ബോധ്യമായി. കാരണം കൃത്യമായിട്ട് അദ്ദേഹം ചൊല്ലുകയാണ്, അവിടെ നിന്ന് ചൊല്ലുകയാണ്. അപ്പൊ സഭ സ്തംഭിച്ചുപോയി. കർണാടക നിയമസഭാ ക്ഷാതി സ്തംഭിച്ചുപോയി എന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസ്സുകാരന്, കോൺഗ്രസ് പശ്ചാത്തലം മാത്രമുള്ള ഈ ഒരു നേതാവ് എങ്ങനെയാണ് ഈ ഗണഗീതം ചൊല്ലുന്നത് എന്നുള്ളത് അപ്പൊ പല സംശയങ്ങൾക്കും ഇട വന്നു. എന്തുകൊണ്ടായിരിക്കാം DK ശിവകുമാർ അങ്ങനെ ഗണഗീതം ചൊല്ലിയത് എന്നുള്ളത്. അപ്പൊ പിന്നെ അവിടുത്തെ ചില ആരോപണങ്ങളൊക്കെ വന്നത്,
അദ്ദേഹത്തിന്റെ പുറകിന് കള്ളപ്പണ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇ ഡി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഒക്കെ ഇ ഡിയുടെ അന്വേഷണ സംഘങ്ങൾ നടക്കുന്നുണ്ട്. ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ജാമ്യത്തിലും ഒക്കെയാണ്. അങ്ങനെ ഇ ഡിയുടെ റഡാറിനകത്ത് നിൽക്കുന്ന ഒരു നേതാവായതുകൊണ്ട് ഒരുപക്ഷെ ഇദ്ദേഹം വല്ല മാറാൻ പോവുകയാണോ, അങ്ങനെ ബി ജെ പിയിലേക്ക് അദ്ദേഹം ചാടാൻ ഉള്ള നീക്കങ്ങൾ വല്ലതുമാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിന്റെ സംശയം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാണ് ഇപ്പോഴ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കൊടുക്കാം, 2.5 വർഷത്തെ ടേം. സിദ്ധരാമയ്യ 2.5 വർഷവും അതിനുശേഷം ഡി കെ ശിവകുമാർ എന്നും ആയിരുന്നു ധാരണയെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ സിദ്ധരാമയ്യ മാറിക്കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. ഒരു തരത്തിൽ ഞാൻ മാറത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെങ്കില് ഒരു ഗ്രൂപ്പിനെ, കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് ബി ജെ പിയുമായിട്ട് സഖ്യം ഉണ്ടാക്കാനാണോ? ബി ജെ പി ഉണ്ടല്ലോ 2ാം സ്ഥാനത്ത് അവിടെ നിൽക്കുന്നുണ്ട്, അസംബ്ലിയിലുണ്ട് അവര്. അപ്പൊ അങ്ങനെയൊക്കെ ചില സംശയങ്ങളാണ് വന്നിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു സംശയം പറയുന്നത്, എന്തോ ഡൽഹിയിൽ നിന്ന് എന്തോ കാര്യമായ ഒരു വിളി വന്നു എന്നിരുന്നാണ് പറയുന്നത്. ആരാണ് വിളിച്ചത് എന്താണെന്നൊന്നും പത്രങ്ങൾ ചില ഊഹങ്ങൾ പറയുന്നില്ല. കാര്യമായ ഒരു വിളി ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈ ധർമ്മസ്ഥല അന്വേഷണം ഉഷാറാകുന്ന പറഞ്ഞാൽ അതുവരെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയെങ്കിലും റവന്യൂ വകുപ്പ് അവരെ സഹായിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഈ അന്വേഷണം അത്ര കാര്യമായ രീതിയിലായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഗണഗീതം ചൊല്ലൽ, നിയമസഭയിലെ ഗണഗീതം ചൊല്ലലിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് നമ്മൾ കാണുന്നത് വളരെ ചടുലമായ അന്വേഷണമാണ്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടുത്തെ പശ്ചാത്തലം നമുക്കറിയാം. ധർമ്മസ്ഥലയിലുള്ള പ്രസിദ്ധമായ ക്ഷേത്രം, ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നു. അവിടെ ഏതാണ്ട് 1000ഓളം ഏക്കർ ഇപ്പോഴും കൈവശമുള്ള ക്ഷേത്രമാണ്. ധാരാളം ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത്. മംഗലാപുരത്ത് നിന്ന് 70-75 കിലോമീറ്റർ അകലെ വനപ്രദേശവുമാണല്ലോ, കുറച്ച് വനപ്രദേശവുമാണ് അവിടെ. ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിരുന്നു. പക്ഷേ അവിടെയാണ് ഈ ചിന്നയ്യ, മുമ്പേ വിജയ് സൂചിപ്പിച്ച ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി ആരോപണം ഉന്നയിച്ചത്. ഇവിടെ വരുന്ന സ്ത്രീകളെ എല്ലാം കൊല്ലുകയാണ്, അല്ലെങ്കിൽ പിന്നെ മംഗലാപുരത്തിന് ചുറ്റും ഈ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടാണ് കുഴിച്ചിടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ 4 ചുറ്റും മുഴുവൻ ശവശരീരങ്ങൾ കിടക്കുകയാണ്. റേപ്പ് ചെയ്യപ്പെട്ട യുവതികളെ കുഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് അസ്ഥികൂടങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് ഈ ചിന്നയ്യ പറഞ്ഞത്. ഈ കഥാപാത്രങ്ങളെയൊക്കെ പിന്നീടാണ് പിടിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് വലിയ അന്വേഷണമായിക്കൊണ്ട് മറ്റേ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല അത്തരം കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ നമ്മുടെ ഇവിടുന്നുള്ള മലയാളം ചാനലുകളാണ് കേരളത്തിൽ ഈ സംഭവത്തെ വളരെ പോപ്പുലർ ആക്കി തന്നത്. അവരവിടെ പോയി അങ്ങ് ക്യാമ്പ് ചെയ്ത് ഷെഡും ഒക്കെ അടിച്ച് താമസമാക്കി. അവിടെ ഈ ചിന്നയ്യ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങള് SIT മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ ആദ്യമായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആദ്യത്തെ അസ്ഥികൂടം കിട്ടിയിരിക്കുന്നു, ഇതാ 2ാമത്തെ അസ്ഥികൂടം. ഫസ്റ്റ് വിഷ്വൽസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ടെന്റ് അടിച്ച് അവിടുത്തെ താമസവും ക്യാമ്പും ഒക്കെ ആയിരുന്നു. അതാണ് മുമ്പേ വിജയ് സൂചിപ്പിച്ചത്. അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ സുരക്ഷിതരാണോ അതോ നിങ്ങളെ തല്ലിക്കൊന്നതിനകത്ത് ഇടുമോ എന്നൊക്കെ ഉള്ള മറ്റുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിന്റെ ഏറ്റവും നല്ലൊരു മാതൃകയായിട്ട് നമുക്കിതിനെ നമ്മളെ ജേർണലിസം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടത് ഇംഗ്ലീഷ് ചാനലാണ്, റിപ്പോർട്ടർ TV അടക്കമുള്ള ചാനലുകളാണ്. പിന്നെ കന്നഡയിലെ ചാനലുകൾ നന്നായിട്ട് സഹായിച്ചു. അവരും സത്യം കണ്ടെത്താൻ വേണ്ടി സഹായിച്ചു. നമ്മളെപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ പാവം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പാവം മനാഫിനെ പോലെ ഒരു ഒരു പാവത്താനുണ്ടെന്നാണ് പറയുന്നത്. അയക്കൊരു യൂട്യൂബറും ഉണ്ടായിരുന്നു. ഈ 2 വിദ്വാൻമാരെയുമായിരുന്നു. ഇവർ പറയുന്നതായിരുന്നു നമുക്ക് ആപ്തവാക്യം, അല്ലെങ്കിൽ ചില ചാനലുകാർക്ക്, മലയാളത്തിലെ ചില ചാനലുകാരുടെ ആപ്തവാക്യം ഇവരുടെ 2 പേരുടെയും മൊഴിയായിരുന്നു. എന്തായാലും കുഴിച്ചൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കാണിച്ചു കൊടുത്ത 15 സ്ഥലങ്ങൾ കുഴിച്ചിട്ടും ഏതോ കാലത്ത് കിടന്ന ഒരു പുരുഷന്റെ ഒരു അസ്ഥി കൂടെ അവിടെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ 100ഉം 500ഉം 1000ഉം ജഡങ്ങളും ഒന്നും അവിടെ ഇല്ല എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്വേഷണം വളരെ ഉഷാറാക്കിയിട്ടുണ്ട്. കുറെ ചിന്നയെ അറസ്റ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇതൊരു അവിടുത്തെ സ്ഥലം കയ്യേറാൻ, ആ ക്ഷേത്രവും അതുകൊണ്ട് ബന്ധപ്പെട്ട സ്ഥലം കയറാൻ ഒരു വലിയ മാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പിന്തുണയിലാണെന്നാണ് ഇപ്പോഴാണ് തെളിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ ഇവരെ നേരത്തെ തന്നെ ആലോചിച്ചതാണ്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് കണ്ടില്ലേ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരിത് ആലോചിച്ചു, ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ്. ഇതിനു വേണ്ടി കുറച്ച് അർബൻ നക്സലുകളും ഇവരെ സംഘടിപ്പിച്ചെടുത്തു. അതാണ് സുശീല ഭട്ടിന്റെയും അത്തരത്തിലുള്ള ചില പശ്ചാത്തലങ്ങളാണ് പറയുന്നത്. അവരും അത്തരം ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്നാണ് പറയുന്നത്. അവരും മനഃപൂർവ്വം കളവ് പറഞ്ഞില്ല. അവർക്ക് അങ്ങനെ ഒരു മകളുണ്ടായിരുന്നു, ആ മകളെയും കൊന്നു, MBBS പഠിക്കുന്ന കുട്ടിയെ അവിടെ കൊന്നിട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ എല്ലാവരും തത്ത പറയുന്നത് പോലെ പറയുന്നുണ്ട്.
തത്തമ്മ പറയുന്നത് പോലെ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. ഈ തലയൂട്ടി 1.5-2 വർഷം മുമ്പ് തന്നെ യുവമാർ സംഘടിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഈ പറയുന്ന മലയാളി നമ്മുടെ മലയാളി ബന്ധമുള്ള ചെന്നൈ ബന്ധമുള്ള ജയന്താണല്ലോ മറ്റൊരു വലിയ കഥാപാത്രമായിട്ട് വന്നത്. ജയന്തിന്റെ വീട്ടിലാണ് പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മാതാപിതാക്കളൊക്കെ പണ്ട് അവിടത്തേക്ക് കുടിയേറി പോയതാണ്, മലയാളി ബന്ധമുള്ളതാണ്. അപ്പൊ മലയാളിക്ക് എപ്പോഴും ഉണ്ടല്ലോ അത്തരം ചില റിയൽ എസ്റ്റേറ്റ് കണ്ണുകളിലും അവർക്കാണല്ലോ താല്പര്യം. അവർ ഏത് രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലും അവിടെ വസ്തു കച്ചവടം വല്ലതും നടത്താമോ, ലാഭപ്പെടുത്തി എടുക്കാവോ എന്നുള്ളൊരു ലക്ഷ്യമാണല്ലോ ഉള്ളത്. ആ മനസ്സായിരിക്കാൻ ചിലപ്പോൾ അവരെയൊക്കെ ഇതിനകത്ത് പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും അവിടെയൊക്കെ റെയ്ഡ് നടക്കുകയാണ്. ഇപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് കൃത്യമായിട്ട് SITക്ക് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭൂമി തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതിനുവേണ്ടി ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. തലയോട്ടിയുമായിട്ട് ഡൽഹിക്ക് പോയെന്നാണ് പറയുന്നത്. ഈ ടീം എല്ലാം കൂടെ ഈ തലയോട്ടിയും കൊണ്ട് കാറിൽ ഡൽഹിക്ക് പോയിരുന്നെന്ന്. നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുണ്ട് ഈ ആനന്ദമാർഗ് എന്ന് പറയുന്ന സന്യാസി ഗ്രൂപ്പ്, പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ. പിന്നെ പശ്ചിമ ബംഗാളിലെ പുരുലിയ ജില്ലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അവരവിടെ പിന്നെ CPM പിന്നെ ആക്രമണങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് നേരിടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ ഇവര് തമ്മിൽ സ്ഥിരമായിട്ട് അടിയും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടവര് ഹെലികോപ്റ്ററിൽ ആയുധങ്ങൾ കൊണ്ടിറക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ ആനന്ദമാർഗീ സ്വാമിമാരുടെ ഈ നൃത്തത്തിന് അവർക്ക് തലയോട്ടി വേണം. ഈ തലയോട്ടിയൊക്കെ വെച്ചിട്ടാണ് അവർ നൃത്തം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതാ കേരള, പിന്നെ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ള അങ്ങനെ ഈ ഇത്തരം തലയൂട്ടി സിമ്പലാക്കുന്നത് ഈ ആനന്ദമാർഗീ സ്വാമിമാരാണ്. പക്ഷെ ഈ കക്ഷികൾ ഇതൊക്കെയായിട്ട് പോയിരുന്നെന്നാണ് പറയുന്നത്. നമ്മുടെ ധർമ്മസ്ഥലയിലെ പിന്നെ ഗൂഢാലോചനക്കാരെല്ലാം ഇതൊക്കെ ആയിട്ടാണ് ഡൽഹിക്ക് പോയിരുന്നു. അവിടെ ചെന്ന് കേസ് കൊടുക്കാനും ഒക്കെ ആയിരുന്നു. എന്തായാലും കൃത്യമായ മാധ്യമ ഇടപെടലാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ചാനലുകളുടെ ഇടപെടലാണ് ഇതിനെ രക്ഷിച്ചെടുത്തത്. ഈ പറയുന്ന പോലെ ഇപ്പൊ ധർമ്മസ്ഥലയിലെ അവസ്ഥ അങ്ങ് മാറി. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ധർമ്മസ്ഥലയിലേക്ക് നോക്കുക, അറസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിയന്ത്രിക്കാൻ വയ്യാത്ത പോലെ ഭക്തജനപ്രവാഹമാണ്. അവിടെ ഇപ്പൊ ദിവസങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ജില്ലകൾക്കും ഇന്ന ദിവസങ്ങളിൽ മാത്രമേ അവിടത്തേക്ക് എൻട്രി ഉള്ളെന്നാണ്. വാഹനങ്ങളെ നിയന്ത്രിച്ച് അത്രയേറെ വാഹന തിരക്കായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ അടച്ചുപൂട്ടപ്പെട്ടിരുന്ന അവിടുത്തെ ഭോജനശാലകള് 3 നേരവും ഭക്ഷണം കിട്ടിയിരുന്ന ഭോജനശാലകളായിരുന്നു. അതെല്ലാം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം വീണ്ടും തുറന്നു, വീണ്ടും സജീവമാകുന്നു. ഭക്ഷണശാലകളൊക്കെ സജീവമാകുന്നു. ആളുകള് അതേപോലെ തിരക്ക് വരുന്നു. അത്തരത്തിൽ അതിനെ വളരെ നന്നായി ധർമ്മസ്ഥലമാര്. ഒരു പക്ഷെങ്കില് ഇവരുടെ ഈ പറയുന്ന ഈ പിന്നെ ഡെഡ് ബോഡി തപ്പാൻ പോയതിന്റെ ഒരു റിസൾട്ട് അതാണ്, അല്ലെങ്കിൽ അസ്ഥികൂടം തപ്പാൻ പോയതിന്റെ റിസൾട്ട് അതാണ്. ധർമ്മസ്ഥല വീണ്ടും പഴയതിനെക്കാട്ടില് നന്നായിട്ട് മാറിയിരിക്കുന്നു. അവിടത്തേക്ക് വലിയ ഭക്തജന പ്രവാഹവും ഒക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹത്തിന്റെ ആ തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രണാമം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ഈ വളരെ പെട്ടെന്ന് ഈ പറയുന്ന ഈ ഇത്തരം എലമെന്റുകളെ കണ്ടെത്തുന്നതിനും പോലീസ് സംഘത്തെ സഹായിച്ചതിനും ആ ഒരു പ്രാർത്ഥനയെ സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.